റീഡിങ്ങിലേക്ക് പോകാൻ കൂട്ടുകാരെ എല്ലാവരും ഞാൻ എൻ്റെ ടാറോ കാർഡ് റീഡിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ടാറോ കാർഡ് റീഡിങ് ഇതുവരെയും കാണാത്ത ആൾക്കാരൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ് അടിക്കുക. എൻ്റെ ചാനലിൽ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്കും കമൻറ്റ് ചെയ്യുക. ചാനലിലെ വീഡിയോസ് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നമുക്കൊരു ക്വിക്ക് റീഡിങ്ങിലേക്ക് പോവാം. ക്വിക്ക് റീഡിങ് ഫോർ ലവ് ആൻഡ് കരിയർ. നമ്മുടെ കരിയറിനും ലവിനും നമ്മുടെ ജോലി സംബന്ധമായ കാര്യത്തിനും ഒക്കെ ഉള്ളൊരു ക്വിക്ക് റീഡിംഗ് ആണ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു സമയത്ത് എന്തോ ഒരു ഡിസപ്പോയിൻമെൻറ്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടാണ് കാണിക്കുന്നത്. ജോലിയിലൊക്കെ എന്തോ ഒരു പരാജയം, അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാതെ വരുന്നു. നമ്മുടെ ജോലിയിലും നമ്മുടെ ജീവിതത്തിൽ ഒരു പരാജയത്തെയൊക്കെയാണ് കാണിക്കുന്നത്. നമ്മൾ ഒരുപാട് മുറിവേറ്റ് കിടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അത്രയും മുള്ളുകൾ നമ്മുടെ ശരീരത്തിലേക്ക് തറച്ചപ്പോൾ നമുക്കൊരു ഡിസപ്പോയിൻമെൻറ്റ് അല്ലെങ്കിൽ ഒരു നിരാശയെ സൂചിപ്പിക്കുന്ന കാർഡാണ്. നമ്മുടെ ലൈഫിൽ എന്തോ ഒരു ഫെയിലിയർ സംഭവമായിട്ട് കാണുന്നു. നമ്മൾ അതിലൂടെ ഒരുപാട് വേദന അനുഭവിക്കുന്നതായിട്ട് കാണുന്നു. അപ്പോൾ ഈ സമയം നമ്മൾ എല്ലാത്തിനും ഒരു പേടിയാണ്, നമുക്ക് എല്ലാ കാര്യത്തിലും ഒരു ടെൻഷനൊക്കെയാണ്. അതുപോലെ തന്നെ ജോലിയിലൊക്കെ അപ്രതീക്ഷിതമായി എന്തൊക്കെയോ സംഭവിച്ചതുപോലെ ലവിലും സംഭവിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇതിനെ കാണിക്കുന്നത്. തീർച്ചയായിട്ടും ആദ്യത്തെ കാർഡ് ഇതാണ്. രണ്ടാമത്തെ കാർഡ് നമുക്ക് നിർത്തി നോക്കാം. രണ്ടാമത്തെ കാർഡ് നമ്മൾ എന്തോ ഒരു നല്ല കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. നമ്മൾ സാമ്പത്തികം അതുപോലെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് എന്തോ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ ലവ് ആണെങ്കിൽ ഒരു പുതിയ ലവിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തതായിട്ടാണ് കാണുന്നത്. പുതിയ ഏതോ ഒരു സ്നേഹബന്ധത്തിന് നമ്മൾ അതിയായി ആഗ്രഹിക്കുന്നു. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നു. ഇപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്താണ്? നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു നല്ലൊരു വ്യക്തി വരണം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു സാമ്പത്തിക സ്ഥിരത വരണം എന്നൊക്കെയാണ് നിങ്ങൾ ഈ സമയത്ത് ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് ഒരുപാട് ഡിസപ്പോയിൻമെൻ്റ് ആയിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഇപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഈ വ്യക്തി നോക്കിയിരിക്കുന്നത് ഇത്രയും പെൻറ്റക്കിൾസിലേക്കാണ്, അല്ലെങ്കിൽ ഒരു അഭിവൃദ്ധി എൻ്റെ ലൈഫിൽ ഉണ്ടാവണം, അതിനുവേണ്ടിയാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു വെയിറ്റിംഗ് എനർജിയെ സൂചിപ്പിക്കുന്നത്. അതൊരു ലവ് ആയാലും ഒരു ജോലി ആയാലും ഒരു വെയിറ്റിംഗ് എനർജിയാണ് നമ്മൾ കാണിക്കുന്നത്. തീർച്ചയായിട്ടും അതിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു റീഡിംഗ് ആണ് കാണിക്കുന്നത് കേട്ടോ. അടുത്ത കാർഡ് നമുക്ക് എടുത്ത് നോക്കാം. അടുത്ത കാർഡൊന്നും ഒരു വെയിറ്റിംഗ് എനർജീസ് തന്നെ സൂചിപ്പിക്കുന്ന കാർഡാണ്. നമ്മളൊരു ഹീലിങ്ങിന് വേണ്ടിയൊക്കെ വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് നമ്മൾ ടെൻഷൻ അടിച്ചു അങ്ങേയറ്റം നമുക്കിനി സഹിക്കാവുന്നതിനപ്പുറം നമുക്ക് സഹിച്ചു. നമ്മുടെ ജീവിതത്തിൽ ഇനി ഒരു ഗുഡ് ഓപ്പർച്യൂണിറ്റി നമ്മുടെ ലൈഫിലേക്ക് വരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. സഹിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം സഹിച്ചു. ഇനി ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി നമ്മുടെ ലൈഫിലേക്ക് വരണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഹീലിങ്ങിന് വെയിറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് കാണുന്നു. വളരെ ഹീലിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്തായിട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നമ്മുടെ ലൈഫിൽ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ പോകുമ്പോൾ നമുക്കൊരു ട്രസ്റ്റ് ചെയ്യാൻ, ഇപ്പം ഒരു കാര്യം നമ്മുടെ ലൈഫിൽ വന്നാലും അതിനെ ട്രസ്റ്റ് ചെയ്യണോ വേണ്ടായോ എന്നൊക്കെയുള്ളൊരു ടെൻഷനുണ്ട് നമുക്ക്. ഒരു ഹീലിംഗ്, ഇനിയും വരുന്ന കാര്യം നല്ലതാണോ, ഇനിയും പുതിയ ഒരു വ്യക്തി എൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ, അല്ലെങ്കിൽ ഒരു ജോലി എനിക്ക് കിട്ടിയാൽ അത് സ്ഥിരപ്പെടുമോ, അല്ലെങ്കിൽ അതിലും പഴയ പോലെ എനിക്കൊരു പ്രശ്നമുണ്ടാകുമോ എന്നൊക്കെ നമ്മൾ ടെൻഷൻ അടിച്ച് നിൽക്കുന്നതായിട്ട് കാണുന്നു. തീർച്ചയായിട്ടും നമ്മൾ യൂണിവേഴ്സ് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്ന നോക്കുക ലാസ്റ്റ് കാർഡിലൂടെ. തീർച്ചയായിട്ടും നമ്മളിപ്പം അതിൽ ടെൻഷനൊന്നും അടിക്കേണ്ട. നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്ഥിരതയുള്ളൊരു കാര്യമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് തീർച്ചയായിട്ടും വരുന്നത്. അല്ലെങ്കിൽ സ്ഥിരതയുള്ളൊരു ലവ് ആയിരിക്കാം, സ്ഥിരതയുള്ള ജോലിയായിരിക്കാം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക എന്നാണ് പറയുന്നത്. നിങ്ങളിലേക്ക് സ്ഥിരതയുള്ള കാര്യം തന്നെ വന്നു ചേരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നല്ല രീതിയിലുള്ള സക്സസ് ഉണ്ടാകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. സ്റ്റേബിളായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും നിങ്ങളിപ്പം തീർച്ചയായിട്ടും വരുന്നത്. ലവ് ആയാലും കരിയർ ആയാലും ഒരു സ്റ്റേബിളായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് വരുന്നത്. തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഉള്ള ഡിസപ്പോയിൻമെൻ്റ് ഒക്കെ മാറി നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നതായിട്ടാണ് യൂണിവേഴ്സ് തന്നെ ഗൈഡൻസ്. അപ്പോൾ യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക. ഈ റീഡിങ് റെസൊണേറ്റ് ആയെങ്കിൽ താഴെ താങ്ക്സ് യൂണിവേഴ്സ് എന്ന് 3 പ്രാവശ്യം നമ്മൾ എഴുതുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു. വളരെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ എല്ലാവർക്കും പറ്റട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എൻ്റെ റീഡിങ്സൊക്കെ ഇടയ്ക്ക് കാണുക, പോസിറ്റീവായിരിക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഓക്കേ.